ഇരുൾ നിറഞ്ഞ വീഥികളിൽ, സ്നേഹം മറന്ന യാത്രകളിൽ, ലഹരി നുരയുന്ന നിമിഷങ്ങളിൽ, നുണയാതെ പോകുന്ന വാത്സല്യത്തിനായി, മനം കുളിർക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കായി, കാണാതെ പോകുന്ന വെളിച്ചത്തിനായി, ഇതാ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ, പ്രകാശത്തിൻ്റെ പുത്തൻ ഉദയങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾ അവതരിപ്പിക്കുന്നു. മാർഗദീപം. എന്താടാ ഇന്നത്തെ നിന്റെ കളി പോക്കാണല്ലോ. ഓ, എന്ത് പറയാനാടാ, എന്റെ മൂടൊന്നും ശരിയല്ല. നീ ഇന്നലെ തോറ്റിട്ട് തരുവാനുള്ള പൈസയൊന്നും തന്നിട്ടില്ല കേട്ടോ. നാളെ തരാടാ. അപ്പന്റെ കയ്യിന്ന് കിട്ടോന്ന് നോക്കട്ടെ. ഇവന്റെ അപ്പന്റെ കയ്യിന്നാ കിട്ടിയത് തന്നെ. ഇവന്റെ അപ്പന്റെ പോലെ ഒരു പിശുക്കനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തായി നിന്റെ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ? പല പ്രോജക്റ്റും ഉണ്ട്. ക്യാഷ് കുറച്ച് വേണം. അപ്പന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി. നീ ചീട്ടിട്, കൊറേ നേരമായി നിന്റെ ഒരു പ്രൊജക്ട്. ഓ, നിനക്ക് പോയിട്ട് വലിയ പണിയാണല്ലോ. അടിച്ചു മോനെ. നീ ഇന്നും തോറ്റല്ലോടാ. ഇന്നത്തെയും കൂടി 1000 രൂപ തരാതെ നിന്നെ ഞങ്ങൾ വിടില്ല. എടാ, ഞാൻ തരാം. 10 പൈസക്ക് പണിക്ക് പോവാത്ത നീ എങ്ങനെ തരാനാ? ഓ, നിങ്ങൾക്കൊക്കെ കളക്ടർ ജോലിയാണല്ലോ. ശരി ശരി, 2 എണ്ണം അടിച്ചിട്ട് പിരിയാം. വിശന്നിട്ട് വയ്യമ്മേ, വല്ലതുമുണ്ടോ? പോത്തുപോലെ വളർന്നില്ലേ, പണിക്ക് വല്ലതും പോടാ. എന്നാ പിന്നെ പോത്തിറച്ചി വറുത്തന്നെ ആയിക്കോട്ടെ. പോട ചക്ക, ഞാൻ വല്ലതും പറയും. അമ്മ ചോറ് വിളമ്പ്. സമയാവണല്ലോ, അപ്പം വന്നിട്ട് കഴിക്കാം. അപ്പനെ കാത്തിരിക്കാനൊന്ന് എനിക്ക് വയ്യ. പുന്നാര മോൻ തന്നെ ഇത് പറയണം. ഭയങ്കര പഠിപ്പാണല്ലോ. ഇനി നീ അവളെ ശല്യപ്പെടുത്താൻ നിക്കണ്ട. അവളെങ്കിലും പഠിച്ചൊരു ജോലി നേടട്ടെ. ഓവ് ഇവൾക്കല്ലേ. അമ്മ, ക്യാഷ് വല്ലതും ഇരിപ്പുണ്ടാ? നിന്റെ അപ്പനറിയാത്ത ഒരു ക്യാഷും എന്റെ കയ്യിലില്ല മോനെ. അമ്മയും അപ്പന്റെ സൈഡാണല്ലേ? ഒരു ഡൗട്ടും വേണ്ട, അപ്പന്റെ സൈഡ് തന്നെ. നിങ്ങൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്ത്. വഴി മാറി നടന്ന കൂട്ടത്തിൽ ചേരാൻ പറ്റില്ല. തുടങ്ങി ഉപദേശം. നീ പോയി കുളിക്കേ, അപ്പോഴേക്കും അപ്പനെത്തും. നീ എന്താ കഴിക്കാത്തത്? എനിക്കൊന്നും വേണ്ട. അത് നിനക്ക് വിശപ്പിന്റെ വില അറിയാത്തത് കൊണ്ടാ. ഞാൻ ഡിഗ്രിക്കാരനാ. പക്ഷെ നീ നേടേണ്ടത് നേടിയില്ല. എനിക്ക് നേരമില്ല തർക്കിക്കാൻ. ഓ, നീ ബിസിയാണല്ലോ. ഞാൻ പറഞ്ഞ ക്യാഷിന്റെ കാര്യം എന്തായി? തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇപ്പൊ തൽക്കാലം ഇല്ല. എന്താ കാരണം? നീ ആദ്യം ഭക്ഷണം കഴിക്കി. കൊറേ നാളായി ഞാൻ സഹിക്കുന്നു. ഞങ്ങളും. അപ്പനാണത്രേ, അപ്പൻ. എങ്കിൽ നീ എന്നെ ഡാഡി എന്ന് വിളിച്ചോളൂ. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അപ്പന്റെ ഒരു കോമഡി. മോനെ എപ്പോഴാ രാവിലെ എഴുന്നേറ്റത്? 10 മണിയായി. ഇനി എന്താ പ്ലാൻ? ഞാനൊന്ന് പുറത്തു പോവാ. അത് കഴിയുമ്പോ രാത്രിയാകും. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകും. അപ്പാപ്പനെ കണ്ടിട്ട് എത്ര നാളായി. നിനക്ക് ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് വന്ന് കണ്ടുകൂടെ? എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്.
ഉവ്വ് ഉവ്വ്. ഇനി അപ്പാപ്പനും തുടങ്ങിക്കോ. ഇല്ലടാ മോനെ. ഈ പറമ്പിൽ ഇങ്ങനെ പണിയെടുത്ത് എത്ര കാലം ഒറ്റയ്ക്ക് ജീവിക്കും? എനിക്ക് വയ്യാതാകുമ്പോ എന്റെ മോൻ, അതായത് നിന്റെ അപ്പൻ, വന്ന് എന്നെ കൊണ്ടുപോകും. കാത്തിരുന്നോ. എന്താ നിനക്ക് സംശയമുണ്ടോ? ഇതാ ഫോൺ. ഞാനൊന്ന് വിളിച്ച അപ്പ കൊണ്ടുപോകും അവൻ എന്നെ. ഒരപ്പനും മോനും. അതേടാ, ചേർത്ത് നിർത്തേണ്ട പ്രായം കഴിഞ്ഞ് ഇറക്കി നിർത്തിയിട്ടും അവൻ എന്നോട് ചേർന്ന് നിന്ന് തന്നെയാ വളർന്നത്. പിന്നെന്തു പറ്റി? നീ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഒരു അപ്പനും മോനുമെന്ന്? അതെ, അങ്ങനെ തന്നെയാടാ. ആരോഗ്യമുള്ളിടത്തോളം പരസ്പരം ആശ്രയിക്കുകയോ ബാധിതയാകുകയോ ചെയ്യില്ല. അങ്ങനെ തന്നെയാ ഞങ്ങള് തമ്മിലുള്ള ഒരു ഇത്. വിളിച്ചാ വിളിപ്പുറത്താ എന്റെ മോൻ, അതായത് നിന്റെ അപ്പൻ. മതി മതി. നീ കേക്കണമെടാ, എന്നോട് ചേർന്ന് നിൽക്കുമ്പോ അവൻ എന്നെ കണ്ടു പഠിച്ചു എങ്ങനെ ജീവിക്കണമെന്ന്. ഞാൻ കൊടുത്ത പണം കൊണ്ടല്ല അവനതെല്ലാം ഉണ്ടാക്കിയത്. അപ്പനെ കണ്ടും കേട്ടും പഠിച്ച കുരുത്തം, കുടുംബത്തോട് ചേർന്ന് നിന്ന് കിട്ടിയ അനുഗ്രഹം. നീയോ? അപ്പാപ്പ, ചിന്തിക്കടാ, എത്ര സമയം നീ നിന്റെ അപ്പന്റെ കൂടെ ചെലവഴിക്കുന്നുണ്ടെന്ന്. കുറ്റപ്പെടുത്തുകയാണോ? അപ്പന്റെ കയ്യിലെ പണം നോക്കിയിരിക്കാതെ അപ്പനെ കണ്ട് പഠിക്ക്, വഴി താനെ തെളിയും. അപ്പാപ്പ, എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഇത്രയും സ്നേഹിക്കുന്നത്? അതോ, അതിനൊരു കാരണമുണ്ട്. നിനക്ക് ദൈവം വാരിക്കോരി തന്നത് എന്റെ മോന് ദൈവം കൊടുത്തില്ല. അതെന്താ? ഒരു അമ്മയുടെ സ്നേഹം. എനിക്ക് അമ്മാമ്മയെ കുറിച്ച് ഒന്നും അറിയില്ല. അറിയണം. നിന്റെ അമ്മയെ പോലെ തന്നെ ഐശ്വര്യമുള്ളവളായിരുന്നു അവളും. അമ്മാമ്മയെ കാണാൻ കൊതിയാകുന്നു. അതിനി നടക്കില്ലല്ലോ. നിന്റെ അമ്മയെ കുറിച്ച് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പാപ്പൻ എന്നെ കരയിക്കും. അമ്മയില്ലാതെ നിന്റെ ഒരു ദിവസം കടന്നു പോകുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ മകൻ ചെറുപ്പത്തിൽ അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട്. അവന്റെ അപ്പനും അമ്മയും ഞാനായിരുന്നു. എന്റെ കുഞ്ഞ് ഒരിക്കലും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. അപ്പാപ്പൻ പറഞ്ഞത് ശരിയാണ്. കുടുംബമാണ് എന്റെ വിളക്ക്. നല്ലത്. കുടുംബത്തിന്റെ വിളക്കുമാകണം നീ. അപ്പനെയും അമ്മയും എനിക്ക് ഇപ്പോൾ കാണണം. ഞാൻ പോട്ടെ അപ്പാപ്പ. കുറെ നേരമായി നമ്മൾ ചീട്ടും പിടിച്ച് ഇരിപ്പ് തുടങ്ങിയിട്ട് അവൻ ഇതുവരെ വന്നില്ലല്ലോ. ഇന്നലെ ഞാൻ അവനെ കൊറേ വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ല. തലയ്ക്ക് വെളിവ് വന്നിട്ടില്ലായിരിക്കും. നീ ചീട്ടിട്, നമുക്ക് തുടങ്ങാം. ആ, ദാ വരുന്നുണ്ടല്ലോ മഹാൻ. വാടാ, നമുക്കൊരു റൗണ്ട് ഇരിക്കാം. എന്നിട്ട് വേണം നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ. ഇത്തരം കാര്യങ്ങൾക്ക് ഇനി മുതൽ നിങ്ങൾ എന്നെ നോക്കേണ്ട. നീ എന്താടാ സെമിനാരിയിൽ ചേരാൻ പോവാണോ? കുടുംബവും ഒരു പുണ്യസ്ഥലമാണ്. ഞാനത് മനസ്സിലാക്കാൻ വൈകി. എടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ എന്തുമാത്രം എന്റെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി. ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്. നമുക്കിതെല്ലാം നിർത്താം. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല. ഈ വഴിയിൽ വെളിച്ചമില്ലായിരുന്നെന്ന് കണ്ണടച്ച് പോയിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പോട്ടെ, എനിക്ക് വീട്ടിലെത്തണം. അപ്പനെന്താ തലവേദനയുണ്ടോ? ഇന്നത്തെ വെയിലിന് ചൂടിത്തിരി കൂടുതലായിരുന്നു. അപ്പന് ചായ ഉണ്ടാക്കി തരട്ടെ? അമ്മ പള്ളിയിൽ പോയിരിക്കുകയാണ്. മോൻ ചായ തന്നാൽ അപ്പന് സന്തോഷമായി. ഇന്നാ അപ്പ ചായ. മോൻ ചായ കുടിച്ചോ? ഞാൻ കുടിക്കാം അപ്പ.
അപ്പൻ എന്നോട് ദേഷ്യമൊന്നുമില്ലേ? എന്റെ അപ്പൻ എന്നോട് ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. പിന്നെങ്ങനെ ഞാൻ എന്റെ മോനോട് ദേഷ്യപ്പെടും? അതിനപ്പൻ നല്ല കുട്ടിയായിരുന്നല്ലോ. നീ ചീത്തയാണെന്ന് ആര് പറഞ്ഞു? എന്റെ മോനും നല്ല കുട്ടിയാണ്. നാളെ മുതൽ അപ്പന്റെ ജോലികളിൽ ഞാനും കൂടട്ടെ. നീ കൂടെ വന്നാൽ എന്റെ സന്തോഷം ഇരട്ടിയാകും. എന്റെയും. മോന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ നമുക്ക് ആലോചിച്ച് നടപ്പിലാക്കാം. അപ്പ അമ്മ വന്നുവെന്ന് തോന്നുന്നു. എന്താ പതിവില്ലാതെ അപ്പനും മോനും ഒരുമിച്ച്? ഇത് കണ്ടോടി, എന്റെ മോൻ എനിക്കുണ്ടാക്കി തന്ന ചായ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഭക്ഷണം ഉണ്ടാക്കട്ടെ. മോൾ ട്യൂഷൻ കഴിഞ്ഞു വന്നാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. മോൻ പോയി കുളിച്ച് ഫ്രഷായി വാ. ഇന്ന് അപ്പൻ വിളമ്പിത്തരാം. അപ്പാ